ഹായ് ആൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് ഞാൻ ടെക് മലയാളത്തിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ അല്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടക്കുകയാണെങ്കിൽ പോലും ഇതൊന്നും നോക്കാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇപ്പം വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആയാലും ഇതിലൊക്കെ വളരെ ആക്റ്റീവാണ് ഇന്നത്തെ ആളുകൾ. അതുപോലെ ഇതിലൊക്കെ സ്റ്റോറീസ് ഇടുക, സ്റ്റാറ്റസ് ഇടുക, ഇതൊക്കെ വളരെ പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മളൊരു ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിൽ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത് ഷെയർ ചെയ്തുകൊണ്ടിട്ടുള്ള പോസ്റ്റ് ഇടുക. ഇത് വളരെ പൊതുവെ ഇന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഡിസൈൻഡ് ആയിട്ടാണ് ഇന്നത്തെ ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഒരുവിധം ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഡിസൈനിങ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓവർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾ ചിലപ്പം ഓൾറെഡി ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നാൽ യൂസ് ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അതിലാദ്യം സൈൻ ഇൻ ആണ് ചോദിക്കുക. അപ്പം ഗൂഗിൾ അക്കൗണ്ട് വഴി നമ്മൾ ഫോണിൽ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഈ ഒരു ആപ്പും സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാനിതിൽ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത അതാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ടെക്നോളജി റിലേറ്റ് ചെയ്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് പറഞ്ഞ ഇതാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആക്കി ഇടാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഡൗൺലോഡിംഗ് ആണ് ആ ഒരു ടെംപ്ലേറ്റ്. അപ്പോൾ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലും നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉള്ളതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ലേയേഴ്സ് ആയിട്ടാണ്, ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റും ഒക്കെ ലേയേഴ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഓർഡർ നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഇത് നമുക്ക് ഫസ്റ്റ് കൊണ്ടുപോയി വെക്കാം. അത് അങ്ങനെ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതല്ല വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലൊക്കെ ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇത് ഡ്രാഗ് ചെയ്തിട്ട് നേരെ വെക്കാം. അപ്പം ഓക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഇതിൽ ടെക്സ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ടെക്സ്റ്റ് കാണാം. അതിൽ നമുക്കത് മാറ്റി കൊടുക്കാം. ഞാൻ ആ മുകളിലുള്ള ടെക്സ്റ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റാം. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ടെക്സ്റ്റ് കാണാം. അവിടെ ഞാൻ ലവ് ജേർണി എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. നമുക്ക് ജസ്റ്റ് നോക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഗോ സ്ട്രെയിറ്റ് എന്നാണ് ഞാനിവിടെ കൊടുത്തത്. ഓക്കെ ചെയ്യാം. സോ നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിന് അതിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് ഈ ഫോണ്ടിൻ്റെ സ്റ്റൈൽ അതുപോലെ കളേഴ്സൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ട് ഈ ലവ് ജേർണി എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ കളർ മാറ്റി കൊടുക്കുകയാണ്. നമ്മളത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കളേഴ്സ് കാണാൻ പറ്റും താഴെ.
അതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, അല്ലെങ്കിൽ കളറ് നിങ്ങൾക്ക് വേണ്ട കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഒരു യെല്ലോ കളറിൽ. അത് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സേവ് ആസ് JPG എന്ന് പറഞ്ഞിട്ട് കാണാം. നിങ്ങൾക്കത് ഗാലറിയിൽ എക്സ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് നമ്മൾ ടെക്സ്റ്റൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അതിന് ഞാനിവിടെ ഈ ഒരു പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സൈസസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്തു. ഇനി എന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ ഈ ഒരു ടിക്ക് കാണാം, അത് ഓക്കെ കൊടുക്കുക. ഞാനത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യണം. അതിൽ നിന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് ഇമേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് എടുത്തു. ഇമേജ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് വലുതാക്കാം. ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവും. നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ യൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഓക്കെ ചെയ്യും. ഇനി നമുക്ക് ഇതിൽ ഗ്രാഫിക്സ് ആഡ് ചെയ്യാൻ സാധിക്കും. താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം, ഇമേജ്, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഗ്രാഫിക്സ് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഷേപ്സ് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു സ്ക്വയർ സെലക്ട് ചെയ്തു. നമുക്ക് ആ ഒരു സ്ക്വയറിൻ്റെ കളറ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് ആക്കി. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ പൊസിഷന് മാറ്റി കൊടുക്കാം. ഇനി ഇവിടെ ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ എടുക്കാം. ട്രാവൽ, മൈൻഡ്, ഓക്കെ കൊടുത്തു. നമുക്ക് അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് നമുക്ക് മാറ്റാൻ പറ്റും. സോ ഞാനിതിൽ ഈ ഒരു ടെക്സ്റ്റാണ്, സ്റ്റൈലാണ് സെലക്ട് ചെയ്തത്. നമുക്കത് വലുതാക്കാം. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും. ഇതിൽ നമുക്ക് ഇതിന് ഷാഡോ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ആംഗിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഷാഡോ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച്. ഇപ്പോൾ താഴത്തേക്കാണെങ്കിൽ ഇത് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സൈഡിലേക്കാണെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഷാഡോ സെലക്ട് ചെയ്തു. ഇനി ഗ്രാഫിക്സിൽ ഞാൻ ഇത് സെലക്ട് ചെയ്യാണ്. ഇതിൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. നമുക്കിത് കുറച്ചും കൂടെ ചെറുതാക്കി കൊടുക്കാം. ഇതിനും ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളറും ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കളറിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളറ് വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഞാൻ ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ സൈസും നിങ്ങൾക്ക് ഇതിനനുസരിച്ച് താഴെയുണ്ട്, സൈസും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം, സേവ് ആസ് JPG. അപ്പോൾ ഇതും നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റും നിങ്ങളുടെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു കിഡിലൻ ഡിസൈനിങ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലൊക്കെ ആയാലും സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഇത്തരം ഡിസൈനൊക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഇടാൻ പറ്റും. ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഫ്രീ ആപ്പ് തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ചില ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. എങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഷുവറാണ്. ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കിപ്പം ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു തംബ്നെയിലൊക്കെ നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാക്കാൻ സാധിക്കും.
അതായത് ഒരുപാട് ടെക്സ്റ്റൊക്കെ അതിൽ കൊടുത്ത് നിങ്ങൾക്ക് ഇമേജൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രോ മേക്കർ എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഇൻട്രോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻട്രോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ഇൻട്രോ മേക്കർ എന്ന് പറഞ്ഞ ആപ്പിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളധികം ഈ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺസിൽ ചെയ്യാൻ പറ്റുന്നത്. അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ മുൻപ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻട്രോ മേക്കറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഞാനൊരു മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ, മെസ്സേജൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയേണ്ടത് അത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടെക്സ്റ്റ് രൂപത്തിൽ അവിടെ ടൈപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മെസ്സേജ് സെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ഒത്തിരി ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഒരേ പുതിയ ഫോൺസിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്, റിവ്യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് മിഷോണ്. ബൈ.